ഒരിക്കൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, അറിഞ്ഞുകൊള്ളുക, നിശ്ചയം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിഞ്ഞുകൊള്ളുക, അതാണ് ഹൃദയം. മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥമായ വിജയം സാധ്യമാകുന്നത് ആത്മസംസ്കരണത്തിലൂടെയാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നതായി നമുക്ക് കാണാം. സൂറത്ത് ഷംസിലെ 9-10 വചനങ്ങൾ ഇങ്ങനെയാണ്: قد أفلح من زكاها وقد خاب من دساها. നിശ്ചയം ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയം പ്രാപിച്ചു, അതിനെ ചവിട്ടിത്താഴ്ത്തിയവൻ പരാജയപ്പെട്ടു. വിശുദ്ധ റമദാനിലെ നോമ്പടക്കമുള്ള എല്ലാ ആരാധനാനുഷ്ഠാനങ്ങളുടെയും അന്തിമ ലക്ഷ്യം ജീവിത വിജയമാണ്. ആ ജീവിത വിജയം നേടിയെടുക്കാൻ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയശുദ്ധി വരുമ്പോഴാണ് ഒരാളിൽ മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിയോഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മാനുഷിക മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മസംസ്കരണത്തിലൂടെയാണ് ഒരാളിൽ മാനുഷിക മൂല്യങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്. അത്തരം മൂല്യങ്ങളാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹി പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു: ആധുനിക വൈദ്യന്മാർ ശരീരത്തെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ നിർണ്ണയിക്കാൻ കഠിന പ്രയത്നം നടത്തുന്നു. എന്നാൽ ഹൃദയരോഗങ്ങളെയും അതിന്റെ ചികിത്സകളെയും കുറിച്ച് പഠിക്കാനാണ് നാം മുൻഗണന നൽകേണ്ടത്. കാരണം ഹൃദയത്തിന്റെ അസുഖം യഥാസമയം ചികിത്സിക്കാതിരുന്നാൽ അത് ശാശ്വത നാശത്തിന് കാരണമായി തീരും. ശരിക്കും ഹൃദയത്തിന്റെ അടിസ്ഥാന പ്രകൃതം ശുദ്ധിയാണ്. മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുടെ ഭാഗമായാണ് അത് നശിക്കുന്നത്. എന്നാൽ കൃത്യമായ ചികിത്സ നേടിയാൽ അത് അതിന്റെ ശുദ്ധ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി വരും. ശരീരത്തെ ബാധിക്കുന്ന ദുർബലതയാണല്ലോ രോഗം, അത് ഹൃദയത്തെയും ബാധിക്കുന്നു. എന്നാൽ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ കഠിനവും ഗൗരവമേറിയതുമാണ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. കാരണം ഹൃദയത്തെ രോഗം ബാധിച്ചാൽ അത് ശാശ്വത നാശത്തിന് കാരണമായി തീരും. നമുക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടും. ഹൃദയം ദുഷിച്ചാൽ തിന്മകളെ കുറിച്ചായിരിക്കും ചിന്ത. അത് മനുഷ്യനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. വിറക് കൊള്ളിയിൽ തീ ആളി പടരുന്നത് പോലെ ഹൃദയത്തെ തിന്മകൾ പിടികൂടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരു തിന്മ ചെയ്താൽ ഹൃദയത്തിന് മേലെ ഒരു കറുത്ത പുള്ളി വീഴും. എന്നാൽ തിന്മകൾക്ക് മേൽ തിന്മ ചെയ്താൽ ആ പുള്ളി വലുതായി ഹൃദയം മുഴുവൻ കറുത്ത പുള്ളികളാൽ മൂടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കലബ എന്ന വാക്കിന്റെ അർത്ഥം മാറ്റിമറിക്കുക എന്നാണ്. അതിൽ നിന്നാണ് കൽബ് ഉത്ഭവിക്കുന്നത്. എല്ലാ വൈകാരികതകളും ഉടലെടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ത്വഅതിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹൃദയ ശുദ്ധീകരണത്തിനും ആത്മസംസ്കരണത്തിനും ഏറ്റവും നല്ല സന്ദർഭമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. ഹൃദയ ശുദ്ധീകരണത്തിലൂടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നമുക്ക് വളരാം. അതിന് ഈ റമദാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.